ഹലോ എന്നാടാ മിനിമോളെ നീ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തെ? എടാ ഇവിടെ എന്തോ ഒരു തിരക്കാന്ന് നിനക്ക് അറിയാവോ? എന്തോ നിന്റെ തിരക്ക്? അപ്പൊ അളിയനായിട്ട് നീ ഈ കാര്യമൊന്നും അറിഞ്ഞില്ലയോ? എന്ത് കാര്യം? എടാ നിന്റെ അളിയൻ 90 ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ഇന്ന് വീട്ടിലോട്ട് വരുവാ. അതിന്റെ സന്തോഷത്തിലാ ഞാന്. ആഹാ, അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ? എന്തുവാ? ഒരുപാട് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ. കപ്പ, മീൻകറി, ഇറച്ചി, ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല ഒന്നാന്തരം നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, മീനച്ചാറ്, ഓ എല്ലാം. നീ ടച്ചിങ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും അങ്ങനെ കുടിപ്പിക്കാനുള്ള പരിപാടിയാണോ? ചുമ്മാ ഇരുന്നേ നീ. അതിനൊന്നും അല്ല, ഇതൊക്കെ എന്റെ ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളാ. ആണോ? മിനിമോളെ. എടാ ചേട്ടൻ വന്നും തോന്നടാ, ഞാൻ വിളിക്കാം. ഓ ശരി. എൺപത്തൊമ്പത് ദിവസത്തെ ഡി അഡിക്ഷൻ സെന്ററിലെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. 90 ദിവസമല്ലേ? ആ വാക്കിന് മിണ്ടരുത്. 89 കഴിഞ്ഞാൽ 91. ആ പറഞ്ഞ വാക്കൊക്കെ അങ്ങ് പാറില്ല. അതുപോലെ 59 കഴിഞ്ഞാൽ 61. മറ്റതില്ല. അപ്പൊ 60 ഇല്ലേ? പറയില്ലല്ലോ ഞാൻ. ഈ എന്റെ ജീവിതത്തിൽ ഈ രണ്ട് വാക്കും ഇല്ല. ഇതാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. എന്റെ ദൈവമേ, എനിക്ക് പുതിയൊരു ഭർത്താവിനെ കിട്ടി. അതൊന്നും മാറിന്നപ്പോ പുതിയ ബന്ധമൊക്കെ ആയില്ലേ? അയ്യോ അയ്യോ, അതല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളെ തന്നെ ഞാൻ പറഞ്ഞേ. എന്നെ തന്നെ? ചേട്ടനെ തന്നെ. അല്ല ഇതെന്തുവാ? ട്രോഫിയോ? മൃദംഗ വായനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ എന്റെ ട്രോഫി പിടിച്ചോ. കലാപരിപാടി ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, കൈവറയിൽ മൃദംഗം എടുത്ത് വെച്ച് 3 ദിവസം ഒരേ ഇരുന്ന് അടിപ്പടിച്ച് അതിന് കിട്ടിയ 1ാം സമ്മാനം. എന്തുവായാലും എന്റെ ചേട്ടാ എനിക്ക് സന്തോഷമായി. അല്ല ചേട്ടാ, അവിടെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനായിരുന്നു? രാവിലെ ഒരു 6 മണിയാകുമ്പോ നമ്മൾ എഴുന്നേക്കണം. കട്ടൻ ചായ തരും. അത് കഴിഞ്ഞ് മദ്യപാനത്തിന് ക്ലാസ് ഉണ്ട്. ഇവിടെ പിന്നെ തൊട്ടിയിലായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. മദ്യപാനത്തിന് ക്ലാസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, മദ്യപാനത്തിനെതിരെ അവിടെ ക്ലാസ് ഉണ്ട്. പീറ്റർ സാറാ ക്ലാസ് എടുക്കുന്നത്. പീറ്റർ സാറിന്റെ മീറ്ററിലുള്ള ക്ലാസ്സൊക്കെ എന്ത് രസമെന്ന് അറിയാമോ? നമ്മൾ മദ്യം വെറുത്തു പോകും. അങ്ങനെയുള്ള വാക്യങ്ങളാണ് സാറ് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോരാൻ നേരം സാറിനോട് യാത്ര ചോദിക്കാൻ പറ്റിയില്ല. വിളിച്ചപ്പോ പുള്ളി അതോ ബാറിൽ അടിച്ച് സെറ്റാക്കാം. പറയാ എല്ലാവർക്കും എളുപ്പമില്ല, ഇതൊക്കെ പ്രവർത്തിക്കാനാണ് പാട്. വന്നപ്പോ തൊട്ട് ചേട്ടൻ നിൽക്കും, ഇവിടെ ഇരിക്കും. ഞാനേ പോയി ഒരു കട്ടൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട, കട്ടൻ ചായ കാണുമ്പോൾ എനിക്ക് മറ്റു പലതും ഓർമ്മ വരും. അതുകൊണ്ട് ഇനി ഈ കട്ടൻ ചായ എന്നുള്ള സാധനം വീട്ടിൽ വേണ്ട. വേണ്ട, ഞാൻ പോയിട്ടേ ഒരു സംഭാരം എടുത്തിട്ട് വരാം. വേണ്ട, നാടൻ കള്ളിന്റെ ഓർമ്മ വരും എനിക്ക്. അങ്ങനെയാണ് ഞാൻ പോയി നല്ലൊരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് വരാം. വേണ്ട, പാറ്റുചാരവും സ്പിരിറ്റ് ഒക്കെ ഓർമ്മ വരും. അതുകൊണ്ട് അതൊന്നും ഈ വീട്ടിൽ വേണ്ട. ഇക്കണക്കിനാണ് ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. ആര് പറഞ്ഞു പറ്റത്തില്ലെന്ന്? നല്ല വെള്ള പാലിട്ട് ഒരു പാൽ ചായ എടുത്തോണ്ട് വാ, ചായ കുടിക്കാല്ലോ. കൊണ്ടുവരാം. ചായ മാത്രമല്ല, പഴവും റെഡിയാ. ചായ റെഡി, പഴം റെഡി. അതെന്നെ പരിപാടിയാ കാണിച്ചേ? ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ലെന്ന്. പഴത്തിന്റെ മദ്യഭാഗം പോലും കഴിക്കില്ലേ? എനിക്ക് ഒരു മിനിറ്റ്. എന്നാ കാണിച്ചേ? മദ്യത്താണോ ഇരുന്നൊരു സംശയം. ചേട്ടനെ ഞാൻ ആഗ്രഹിച്ചത്. വന്ദേ മുകുന്ദ ഹരേ ഗിരിശൗരേ സന്താപ പാപ മുരാരേ. നിങ്ങളുടെ അമ്മാവനാന്ന് തോന്നുന്നു വരുന്നത്. ഇവിടെ ഇരുന്ന് ഷെയർ ഇട്ട് അടിക്കാനുള്ള പരിപാടിയാണ്, ഇനി നടക്കത്തില്ല. വന്നു അല്ലേ ഷെയർ തണ്ടി? തണ്ടിന്നല്ലേ? നാട് മൊത്തം ഷെയർ ഇട്ട് വെള്ളം അടിക്കുന്ന പിന്നെ എന്തോ ഞാൻ വിളിക്കണം. കേറി വരിക. വേണ്ടടോ, ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. 4 കാലിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് വാൾ വെക്കുന്ന ഒരു ചിത്രം മനസ്സിലുണ്ടേ. അതങ്ങനെ മായാതെ കിടക്കട്ടെ. അവിടെ അതൊന്നും പറയാതെ കേറി വരിക ഇങ്ങോട്ട്. പീലിത്തിളക്കവും കോലക്കുടൽ പാട്ടും അമ്പാടി പൈന്റുകളെവിടെ? അല്ല, പൈകളുമെവിടെ? അമ്മാവ് ഇങ്ങോട്ട് വന്നേ. 90 ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ട് വന്നേക്കുന്ന ഒരു മനുഷ്യനാ. മുമ്പത്തെ കൂട്ടി ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനിവിടെ ആര് വെള്ളം അടിക്കുന്നത്? എന്റെ പൊന്നു മക്കളെ, അവൻ വന്നെന്നറിഞ്ഞു, ഒരു നോക്ക് കാണണം, അങ്ങ് പോണം. അത് മാത്രമല്ല, അവനെ പോലെ കുടി നിർത്താൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആളാ ഞാൻ. കുടി നിർത്താൻ അങ്ങ് തീരുമാനിച്ച്. ഇന്നലെയും കൂടെ ഞാൻ ആ റേഷൻ കടയിൽ ചെന്നപ്പോ നിങ്ങൾ അവിടെ വെള്ളം അടിച്ച് അവിടെ മലന്ന് കിടപ്പുണ്ട്, വായി കൂടെ നൊരയും പതയൊക്കെ വന്ന്. അയ്യോ, അതൊരു കുഞ്ഞ് അബദ്ധം പറ്റിയതല്ലേ മക്കളെ. ഒരു പൈന്റ് വാങ്ങിച്ചടിച്ചു, അച്ചാറെന്നും പറഞ്ഞോണ്ട് ഷാമ്പൂവിന്റെ കവറാ കടിച്ചു വലിച്ചത്. പിന്നെ ഏതൊക്കെ വഴി കൂടി നൊറയും പറയും വന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ആകപ്പാടെ ഒരു ആശ്വാസം, ഇപ്പൊ ഡാൻസുകാർ വിളിക്കുന്നുണ്ട്. എന്തിന്? കുമിള വിടാൻ വേണ്ടി. എന്റെ മാമ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ചേട്ടൻ വന്നതിന് ശേഷം ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നത്. ഇവൻ പോയപ്പോ എന്തോ ഫീസ് ഊരിക്കൊണ്ടാണോ പോയത്? മാമന് ഞാൻ ചായ എടുത്തോണ്ട് വരാം. അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ഗണേശോ ആ മാമ നീ താണ്ട കുടി നിർത്തിയെന്നാണ് അവള് പറയണത്. നിർത്തി പക്ഷെ എനിക്ക് അങ്ങോട്ട് നീ കുടി നിർത്തിയെന്ന് പറയുന്നത് കേട്ട് ഒരു വിശ്വാസം വരുന്നില്ല കേട്ടോടാ. മാമ കുടി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിറിഞ്ചായല്ല പിന്നെ എന്തോന്ന് മയക്ക് വരുന്ന കുത്തിക്കേറ്റ് ഓടാ പൊട്ടാ. എടാ ഇത് ഞാൻ ഷുഗറിന് ഇൻസുലിൻ എടുത്താണ്. ഷുഗറിന്റെ ഇൻസുലിൻ ആയിരുന്നു. ഓ. ഞാനൊരു കാര്യം പറയാം, ഞാൻ കുടി നിർത്തി, അതുകൊണ്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വിശ്വാസമില്ല. നീ പറയുന്നത് കള്ളമായിട്ടേ എനിക്ക് പറ്റുന്നുള്ളൂ. ഒരു 1-ാം തീയതി ദിവസം മദ്യം ഒരു രീതിയിലും കിട്ടൂല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ടി വിയിൽ ബിയറിന്റെ പരസ്യം കാണിച്ചപ്പോ ഓടിച്ചെന്ന് അതിൽ നക്കിയവനാ നീ. നീ കുടി നിർത്തിയെന്ന ഞാൻ വിശ്വസിക്കുന്നു. മാമ, മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ്. മാറേണ്ട സമയത്ത് മാറും. പിടിച്ചു പറയും മോഷണവുമായിട്ട് നടന്ന വാൽമീകി രാമായണം എഴുതിയില്ലേ? യുദ്ധക്കളത്തിൽ രക്തം കണ്ട് മനസ്സ് മരവിച്ചെന്ന അശോക ചക്രവർത്തി വാള് താഴെ വച്ചിട്ട് ബുദ്ധമതം സ്വീകരിച്ചില്ലേ? മാറണം മാമ. മാറേണ്ടത് മനുഷ്യനാണ്, മനുഷ്യരാശിയാണ്. എല്ലാത്തിനും ഒരു മാറ്റം വരും. അഞ്ചാവാടാ നീ. നീ കുടി നിർത്തിയെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയും ഓവറാണെന്ന് അറിഞ്ഞില്ല. ചെറുക്കൻ മൂത്ത് നിൽക്കുന്നു. എന്റെ പൊന്നേ, ഈ ചെറുക്കന് എന്തൊരു പറ്റി? മാമ, മാമനെ കൊണ്ട് ഇത് കുടി നിർത്താൻ പറ്റും. എങ്ങനെ? മാമ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച എന്റെ കൂടെ ഞാൻ കിടന്ന ഡീഅഡിക്ഷൻ സെന്ററില്ലേ, അങ്ങോട്ടൊന്ന് വാ. വന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടൊന്ന് പരിചയപ്പെട്ട് നമ്മളെ കൂട്ടുകാരെ കൊണ്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു പോരാം. നിന്റെ ഉപദേശമൊക്കെ കൊള്ളാം ഗണേശൻ മോനെ, പക്ഷെ നിന്റെ പപ്പയല്ല എന്റെ പപ്പ. നൈസായിട്ട് എന്നെ അവിടെ കൊണ്ട് തള്ളാനുള്ള പരിപാടിയാണ്. എടാ മാമ വിചാരിച്ചാൽ നിർത്താൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ഈ കുടി നിർത്താൻ പറ്റും. ദാ എന്നെ നോക്ക്, കുടി നിർത്താൻ പറ്റുമെന്ന്. എടാ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം, എനിക്ക് അവിടെ പറഞ്ഞു തന്നാ. നമുക്ക് ഒരു പെഗ് അടിക്കണമെന്ന് തോന്നുമ്പം നമ്മൾ ഒരു നെല്ലിക്കത്തൈ നടണം. 2 പെഗ് അടിക്കണമെന്ന് തോന്നുമ്പം 2 നെല്ലിക്കത്തൈ നടണം. 3 പെഗ് അടിക്കണം. ഈ നെല്ലിക്ക തൈക്ക് പകരം മാവിന്റെ തൈ നടന്നുകൊണ്ട് കുഴപ്പമില്ല. എന്ത് കുഴപ്പം? എല്ലാം പ്രകൃതി തരുന്നതല്ലേ. നമുക്ക് ഏത് തൈ വേണമെങ്കിലും നടാലോ. അതൊക്കെ പോട്ടെ, മാവ് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? അല്ല, ടച്ചിങ്ങിന് നെല്ലിക്കാലം മാങ്ങയാണ് നല്ലത്. എന്റെ കൂടെ ആത്മീയതയിലേക്ക് കൂടും, എന്നിട്ട് സന്യാസ ജീവിതം സ്വീകരിക്കും. എടേ ഈ ഓണം, വിഷു, സംക്രാന്തി, ഷാജോണ്, പ്രചോദ്, അല്ല ഈ ഓണം വിഷുവും സംഭവമൊക്കെ വരുമ്പോഴല്ലേടാ എനിക്ക് 2 അടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നത്. നീ അതും കൂടി ഇല്ലാതാക്കി ഇനിയിപ്പോ എന്ത്? എന്റെ പൊന്നുമാമ, എന്റെ കൂടെ ആത്മീയതയിലേക്ക് കൂടൂ, എന്നിട്ട് സന്യാസ ജീവിതം സ്വീകരിക്കൂ. അപ്പൊ എന്റെ ഭാര്യമാരെ കൊണ്ട് ചങ്ക് പൊട്ടി ചാവണം നിനക്ക് കാണുന്നു ഇല്ലടേ? എന്ത് ചെയ്യൂന്ന് പറ. എന്തുവാ ഇവിടെ രണ്ടുപേരും കൂടെ കുറെ നേരം ആയല്ലോ. ഒന്നുമില്ല. ചേട്ടാ, ഊണ് റെഡിയാണ്, മാമ കഴിച്ചിട്ടേ പോകാവൂ. വാ. ഒരു മിനിറ്റ്, എന്താ കറികൾ? എല്ലാം ഉണ്ട്, ഇറച്ചിയും മീനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വേണ്ട, ഇന്ന് മുതൽ കഞ്ഞി, പയറ്, മുളപ്പിച്ച ധാന്യങ്ങൾ, ഇതാണ് എന്റെ ആഗ്രഹം. ഞാൻ പ്യൂർ വെജ് ആണ്. വിട്ടു പോയി, എനിക്കറിയില്ല. 4 വാക്കും തെളിച്ച് നിൽക്കുക. നല്ലൊരു ചെറുക്കനായിരുന്നു. എന്തുവാ ദൈവമേ. സ്പർശിക്കരുത് ഭവതി, ഒന്ന് മാറി നിൽക്കൂ. മാമ, ദിവാകരൻ മേശ്ശേരി പോയി ഒന്ന് കാണണം. എന്തിന്? ആ ബെഡ്റൂം പൊളിച്ചിട്ട് അവിടെ ഒരു പൂജാമുറി. ഇനി നിത്യവും ഞാൻ അവിടെ വിളക്ക് കത്തിക്കും. എന്തോന്ന് ചേട്ടാ പറയുന്നത്? അപ്പൊ നമ്മുടെ കുട്ടികള് സംഭവിച്ചു പോയി, റിപ്പീറ്റ് അടിക്കാൻ വയ്യ. അവന് റിപ്പീറ്റ് പറ്റത്തില്ലെന്നല്ലേ അവൻ പറഞ്ഞത്? അത് ഞാൻ കേട്ടില്ലയോ? എന്തോ ഈ മനുഷ്യ ഇവിടെ നിന്നോണ്ട് പറയുന്നേന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണോ നീ പറ. ഗണേശ് ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആത്മീയത കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. കുടുംബവും കുട്ടികളുമായിട്ട് ഇവിടെ ജീവിക്കാൻ നോക്കി, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞേക്കാം കേട്ടോ. അല്ല, ഞാൻ ഈ ആത്മീയത സ്വീകരിക്കുന്നതിൽ ഈ പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഞാൻ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എനിക്കൊന്ന് വ്യക്തമാക്കി പറഞ്ഞു തരുമോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാനത്, നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ റൺഔട്ട് ആവുന്നത് എത്ര കഷ്ടമാണ്. മനസ്സിലായില്ല. ഇനി ഞാൻ എങ്ങനെ ഈ ചെറുക്കന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? എനിക്ക് ധ്യാനത്തിന് സമയമായി. എന്റെ ജീവിതം പോയി മാമ, എന്റെ ജീവിതം പോയി. എന്റെ ജീവിതം പോയി മാമ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട്, ഇനി ഒരു അറ്റ കൈ പ്രയോഗം നീ ചാടിക്കടിക്കാൻ നിൽക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇല്ല, പറ. 2 അടിച്ചാ ഓക്കെ. അടിയാണോ? കഷ്ടപ്പെട്ട ഞാനിപ്പോ ഈ കുടി നിർത്തിയത്. ഈ കരളുവാട്ടം ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ നീ എന്തോ ചെയ്യും? ഞാൻ പറയാളാ പറഞ്ഞു, പിന്നെ ഇപ്പൊ മാമ കൈ വിടല്ല. എന്തേലും ഒന്ന് പറ മാമ, നമ്മൾ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറയും? മാമ ധൈര്യമായിട്ട് പറ. നിന്റെ ഭർത്താവില്ലേ, ഒന്ന് മയക്ക്. ഭർത്താവിനെ മയക്കാനോ? ഇവിടെ വിശ്വാമിത്രനെ വരെ മയക്കണ്, പിന്നെയാണ് നിന്റെ പണത്താവ്. എന്തെങ്കിലും ഡാൻസ് എന്തെങ്കിലും ഞാൻ അകത്ത് പോയി പണയും പാട്ടിടാം. നടക്കത്തില്ല മാമ. ട്രൈ ചെയ്യുന്നു. ചേട്ടാ, മിനിമോളെ ഒന്നിങ്ങി കണ്ണിനെന്തൂറ്റി? കണ്ണിനൊന്നും പറ്റിയതല്ലോ മാമ. പാട്ടിട മാമ. മകളെ പാതിമലരേ എന്റെ റേഞ്ചിലൊന്ന് പിടിച്ചതാടി. ഇപ്പൊ ഓക്കെ, ഇപ്പൊ നോക്കോ. ശിവമല്ലിപ്പൂവേ ഇന്നിന്റെ കോപം കുളിരോലും കാറ്റേ എന്റെ മൗനം. ആശുപത്രി പോണോ? എന്തിനാ? വയ്യേ. ഒന്ന് ധ്യാനം കൂടിയാ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഒന്ന്
ഒന്നും ശരിയാവാൻ പോകുന്നില്ല. അടുത്ത പാട്ട് എടുത്താ ഇവിടെ എന്തോ നാടോടി നൃത്തം വല്ലതും നടക്കുന്നു, പാട്ട് മാറ്റി മാറ്റി ഇടാനായിട്ട്. നടന്നില്ലേ? നടന്നില്ല. എന്നാ നീ ഒരു പാട്ട് പ്ലേ ഞാൻ ഒന്ന് കളിച്ചു നോക്കിയാലോ? പടം കാണിച്ചിട്ട് ശരിയായില്ല, ഇനി ട്രെയിലറൂടെ കാണാത്ത കുഴപ്പമേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തോ വേണമെന്ന് എനിക്കറിയാം. എനിക്കറിയാം. മിനിമോളെ, എടാ ചെറുക്കാ, അവള് ദേ പോണണ്ടാ. ദോ കേറി കഥകു അടച്ച്. എടാ അവൾ എന്തെങ്കിലും അഭിമുഖം കാണിക്കും. നീ എന്തറിഞ്ഞിട്ടാ ഇത് കിടന്ന് കാണിക്കുന്നത്? ഒന്നും ചെയ്യാൻ പോണില്ല. കഴിഞ്ഞ 10-90 ദിവസം ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്ന് എവളോ വീട്ടുകാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന് എന്നിട്ട് പറയും ചേട്ടനെ വെള്ളോടി നിർത്താൻ കൊണ്ടാക്കിയിരിക്കുകയാണ്. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകൂലേ. ഞാൻ ഇത് മനഃപൂർവ്വം കാണിച്ചു വെച്ച സാധനമില്ലേ. അല്ല, എനിക്ക് ആത്മീയതപ്പോ എന്തോ ഭ്രാന്തുണ്ടോ? നീ അപ്പൊ സന്യാസിയല്ലേ? ഞാൻ സന്യാസിയൊന്നുമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാമ എന്നെ കൊണ്ടൊരു സന്യാസിയാവാൻ പറ്റുമോ? ഒരു നിമിഷം ഞാൻ തൊട്ട് നോക്കിയാണ് ഈ താടി വരെ വിൽക്കാണ്. പിന്നെ അയ്യോ, നിന്നെ സമ്മതിക്കാൻ കേട്ടോ. നല്ല അവനെ കിടക്കാച്ച അവനെ. അല്ല, ഇച്ചിരി കിടന്ന് ഓടണമെന്ന് ഞാനും വിചാരിച്ചില്ല. അല്ല, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ നീ കൊണ്ടുവന്നിട്ട് കാര്യം ഇത് പൊളിക്കണം, ഇല്ലെങ്കിൽ അവള് കൈവിട്ട് പോകും. അതും ശരിയാ. നാണ മിനിമോളെ, മിനിമോ മിനിവാനന്ദ സരസ്വതി തിരുവടികൾ. പണ്ട് ധൃതരാഷ്ട്രക്ക് കണ്ണു കാണാതെ വന്നപ്പോഴേ ഗാന്ധാരി സ്വയം കണ്ണു കെട്ടി അദ്ദേഹത്തിന്റെ കൂടെ പോയില്ലേ? നിങ്ങൾ ആത്മീയതയിലേക്ക് പോവല്ലേ? ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എടി, ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? നീ എന്നെ തിരിഞ്ഞു നോക്കാത്തതിന്റെ സങ്കടത്തിൽ ഞാൻ ചെയ്തു വെച്ച ഓരോ പരിപാടികളല്ലേ ഇതെല്ലാം. പറ്റത്തില്ല, ഞാനിത് സീരിയസ് ആയിട്ടാ. ഞാൻ സത്യം ഇവ അഭിനയിച്ചതാണ്. ഞാൻ അഭിനയിച്ചതാണ്. മാമന്റെ ചോദിച്ചു നോക്ക്. നടക്കത്തില്ല മാമ, ഞാനിപ്പോ ഇയാളുടെ കൂടെ പോയി ഇങ്ങനെ. മാമ, ഞാനിപ്പോ എന്തോ ചെയ്യും? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണം. ഞാൻ പോണം. എവിടെ പോണം? ഞാൻ പോയി മറ്റേ ദിവാര മേശിനെ വിളിച്ചോണ്ട് വരാം. എന്തിന്? നീ നേരത്തെ പറഞ്ഞില്ലേ ബെഡ്റൂം പൊളിച്ചിട്ട് ഒരു പൂജാമുറി വെക്കണമെന്ന്. ഇപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ജപിക്കും. മാമ, ഓടാ.